നിരവധി പരാതികൾ KPCCക്ക് മുൻപ് ലഭിച്ചിട്ട് യാതൊരുവിധ നടപടികളും എടുത്തില്ല. കെ സുധാകരൻ പ്രസിഡന്റായ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പരാതിയിലെ ഫെനി നൈന എന്ന് പറഞ്ഞ യൂത്ത് ഈ രണ്ടാമത്തെ പരാതിയിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും പരാമർശമുണ്ട്. അപ്പം ഈ ഫെനി നൈനാൻ നിലവിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം നടപടി ഫെനി നൈനാനെതിരെയും വേണ്ടേ? രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊണ്ടുപോയതും എനിക്കറിയില്ല ആരാ ഫെന്നിയൊന്നോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പറ്റുമോ? 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതാര് 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതൊക്കെ ആരാന്ന് ആർക്കറിയാം? അപ്പം അത് നോക്കട്ടെ, പരിശോധിക്കുമല്ലോ. പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്നില്ലേ? രാഹുലിനെതിരെ ഇങ്ങനെ പരാതികൾ വരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. കോൺഗ്രസ് ആണ് രാഹുലിനെ MLA ആക്കിയത്. ഇപ്പോൾ ആ MLAക്ക് മേൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതി വരികയാണ്. അല്ല, പാർട്ടി അതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്. പാർട്ടി അതുകൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ തെറ്റ് ചെയ്യുന്ന ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല. അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണ്. അല്ല, ആ മുഖമൊക്കെ പോയില്ലേ? പാർട്ടി സസ്പെൻഡോടെ മുഖം പോയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ അതാണ്, നിങ്ങൾ ഈ ചോദ്യങ്ങളൊന്നും CPM നേതാക്കന്മാരോട് ചോദിക്കാറില്ലല്ലോ. സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ഉള്ള ആളുകളുടെ പേരിൽ ഒരു നടപടി എടുക്കാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടി വന്നാലും ശക്തമായ നടപടി സ്വീകരിക്കും. രാഹുലിന്റെ മണ്ഡലത്തിൽ അടക്കം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ അടക്കമുള്ളവരാണ് സുരക്ഷ ഒരുക്കുന്നതും അതേപോലെ തന്നെ പ്രചരണ പരിപാടിയിൽ അടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ അടക്കം പങ്കെടുത്തിരുന്നു. സജീവമായിരുന്നു. എല്ലാ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും എല്ലാം ഉണ്ടായിരുന്നു. ക്യാമ്പയിനറെ പോലെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത്. DCC പ്രസിഡന്റ് DCC മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുമ്പോഴാണ് കോൺഗ്രസിലെ ഒരു പറ്റം ആൾക്കാർ അവിടെ നിന്ന് ബഹളമുണ്ടാക്കുകയും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തത്. ബോധപൂർവമാണോ ഇത്തരത്തിലൊരു പ്രവർത്തനം എന്നുള്ളത് സച്ചിനെ ബന്ധപ്പെടുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ നേതാവ് സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നതല്ല. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിലാണ് അവിടെ വലിയ തോതിൽ ബഹളമുണ്ടായിരിക്കുന്നത്. സാധാരണ ഒരു രീതിയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അനുയായികളുടെ വെട്ടുക്കിളികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് പാലക്കാട്. അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാനുള്ള അവസരം അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് മറ്റൊരു തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതിനെ ശല്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരുപറ്റം ആൾക്കാർ വരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ കൂവുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. സച്ചിൻ കേൾക്കാമോ? തീർച്ചയായും ഷമ്മി, വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.
രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. രമേശ് ചെന്നിത്തല പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുത്തന്നൂരിലെ കോൺഗ്രസിന്റെ യോഗത്തിലാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇത് തയ്യാറായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള, അതായത് മാധ്യമപ്രവർത്തകരുടെ മൈക്ക് പിടിച്ചു പറ്റുക, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുകയുമാണ്. അത് മാത്രമല്ല സച്ചിൻ, അത് മാത്രമല്ല, അതായത് രമേശ് ചെന്നിത്തല പറയില്ല സച്ചിൻ അതായത് വളരെ കൃത്യമായ ആസൂത്രണമുണ്ട്. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണം പാലക്കാട് വെച്ച് നടത്തരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ പോലെ ഇത്രയും സീനിയറായ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. ചുറ്റും നിന്ന് ഭയങ്കരമായ ഒരു ബഹളം ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ അദ്ദേഹം ഇവിടെ സംസാരിക്കരുത് എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലെ ഈ ഷാഫി പറമ്പിൽ വിഭാഗം അവിടെ പ്രശ്നമുണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് സംസാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായും ഷമി, അത് തന്നെയാണ് കാരണം. കൃത്യമായി കരുതിക്കൂട്ടി ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മർദ്ദനവും കയ്യേറ്റവും ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കം മുതൽ തന്നെ കർശന നിലപാട് സ്വീകരിച്ച ഒരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം പാലക്കാട് വരുമ്പോൾ തീർച്ചയായും രാഹുലിനെതിരെ പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വലിയ രീതിയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള പ്രകോപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള മൈക്കുകൾ പിടിച്ച് തള്ളുന്നു, അതേപോലെ തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു. അത്തരത്തിൽ ക്രൂരമായ ഒരു നടപടി തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ മർദ്ദനം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടത് എന്നതും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രകോപനപരമായ നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൈരളിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി അറിയാൻ സൗകര്യമില്ല എന്ന തരത്തിൽ പ്രവർത്തകരാണ് ആക്രോശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് രമേശ് ചെന്നിത്തല മറുപടി പറയാൻ തയ്യാറെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് സംസാരിക്കാൻ അവിടുത്തെ വെട്ടിക്കുളിക്കൂട്ടം ഈ ഷാഫി പറമ്പിലിന്റെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പിന്നെ പുറകെ നടക്കുന്ന കുറെ ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ അപ്പുറത്തെ വലിയ തോതിൽ അതിലും വലിയ ഉച്ചത്തിൽ ശബ്ദമെടുത്ത് ബഹളമുണ്ടാക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു ഉന്നതനായ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ അതിൻ്റെ അനുയായികൾ അതിനു വേണ്ടുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുകയല്ലേ. എന്തൊരു ഗതികേടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളുടെ അവസ്ഥ. കഷ്ടമാണ്. തീർച്ചയായും ഷമി, അത് തന്നെയാണ് കാരണം. വളരെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല വല്ല കാര്യങ്ങളും കോൺഗ്രസ്, അതായത് ഷാഫി പറമ്പിൽ വിഭാഗത്തിനെതിരെയോ രാഹുലിനെതിരെയോ പറയുമോ എന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ എത്തിയത്. തുടക്കം മുതൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ശബ്ദമുണ്ടാക്കുന്നു. രമേശ് ചെന്നിത്തല മറുപടി പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചില സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ നിർത്തേണ്ട അവസ്ഥ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പാലക്കാട്ടെ കോൺഗ്രസ്, ഷാഫി പറമ്പിലിന്റെ ഏറ്റവും വിശ്വസ്തരായ നേതാക്കളാണ് പാലക്കാട്ടെ കോൺഗ്രസിൽ ഉള്ളത് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പ്രകോപനമുണ്ടായിട്ടുള്ളത്. കൈരളിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് ആക്രോശിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്, പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനവും കയ്യേറ്റവും തന്നെയാണ് കുത്തന്നൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സമയം. പാലക്കാട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ ഷാഫി പറമ്പിലിന്റെ അനുയായികളുടെ ബഹളം. അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാതെ മടങ്ങേണ്ടി വരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ബഹളമാണ് അവിടെ ഉണ്ടായത്. മാധ്യമപ്രവർത്തകരോടും ആക്രോശിച്ചുകൊണ്ട് ഷാഫി പറമ്പലിൻ്റെ അനുയായികൾ അവിടെ എത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് പാലക്കാട് വെച്ചൊരു മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണിപ്പോൾ കോൺഗ്രസിൽ ഉള്ളത്. ദയനീയമാണ് സാഹചര്യം.